ഹലോ, വെൽക്കം ടു CGI. ഈ ഒരു വീഡിയോയിൽ 3ds Max V-Ray കളർ കറക്ഷനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മെറ്റീരിയൽസിന്റെ അല്ലെങ്കിൽ ഒരു ടെക്സ്ചറിന്റെ കളർ ചേഞ്ച് ചെയ്യുക, ആ ഒരു പ്രോസസ്സാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഞാനിവിടെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന മെറ്റീരിയൽ സ്ലോട്ടിൽ ക്ലിക്ക് ചെയ്തു, ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യുക, അതിനുശേഷം V-Ray മെറ്റീരിയലാക്കി മാറ്റാം. ദെൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളൊരു ബിറ്റ് മാപ്പ് എടുത്തുകൊണ്ട് ഒരു ടെക്സ്ചർ നമുക്ക് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്യണം. അതിനുശേഷം ആദ്യം അസൈൻ ചെയ്തു, ഷോ കൊടുത്തു. മോഡിഫൈ എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയിട്ട് UV മാപ്പ് പ്രൊവൈഡ് ചെയ്തു. നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ അതിന്റെ ടെക്സ്ചർ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തു. ഇനി ഈ മെറ്റീരിയലിന്റെ കളർ എനിക്കൊന്ന് ഡാർക്ക് ആക്കണം, അല്ലെങ്കിൽ കുറച്ച് ലൈറ്റ് ആക്കണം, അതല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ V-Ray കളർ കറക്ഷൻ എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് വീണ്ടും മെറ്റീരിയൽ എഡിറ്ററിൽ പോവാം, മെറ്റീരിയൽ ചൂസ് ചെയ്യുക, ഈ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് വരുമ്പോൾ കളർ കറക്ഷൻ ഓപ്ഷൻ കാണാം. ചൂസ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. കീപ് ഓൾഡ് മെറ്റീരിയൽ സബ് മെറ്റീരിയൽ ഓപ്ഷൻ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇപ്പോ നമുക്ക് ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് കാണാം. അതിൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഈ കളർ എന്ന സെക്ഷൻ ആണ്. നമുക്ക് കളറാണ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഹ്യൂ എന്ന ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ കളർ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ചേഞ്ച് ചെയ്യുമ്പോൾ ഡിഫറെന്റ് കളേഴ്സ് കിട്ടും. ഇനി ആ കളറിന്റെ തന്നെ സാച്ചുറേഷൻ കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ട് താഴെ സാച്ചുറേഷൻ സെക്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കൂട്ടി കഴിഞ്ഞാൽ കുറച്ചുകൂടി സാച്ചുറേഷൻ ആവും. കുറച്ച് കഴിഞ്ഞാൽ കളർ ഇത്തിരി ഡിം ആയിട്ട് വരും, അല്ലെങ്കിൽ സാച്ചുറേഷൻ ഇത്തിരി കുറഞ്ഞു വരും. ഞാൻ ഈ രണ്ട് വാല്യൂ 0 ആക്കി കൊടുത്തു. ഇനി ഈ കളർ കുറച്ച് ഡാർക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ താഴെ ലൈറ്റ്നെസ് എന്ന സെക്ഷനിൽ ബ്രൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് മാറും, ബ്രൈറ്റ്നെസ് കുറയ്ക്കുമ്പോൾ കുറച്ച് ഡാർക്ക് ആയിട്ട് വരും. കണ്ടില്ലേ? അതായത് കുറച്ച് ഡാർക്ക്നെസ് അതിൽ ആഡ് ആയി. കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു മെത്തേഡിനെ ആണ് നമ്മൾ കളർ കറക്ഷൻ എന്ന് പറയുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.